ഇന്നത്തെ ദിവസത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ആ ഇന്ന് ഏതാ ദിവസം ഏതാ? ഞായർ. അതല്ല ഡേ ജൂൺ 22. എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഇല്ല. നിങ്ങളൊക്കെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾക്ക് അറിയില്ലേ? അറിയാം. എല്ലാരും ഡേറ്റ് ഓഫ് ബർത്ത് അറിയാലോ. അതിൽ ആ ഡേറ്റിന് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടോ? എന്തെങ്കിലും അല്ല? എന്തൊക്കെ ദിവസങ്ങളുണ്ട്? കുറെ ദിവസങ്ങളുണ്ടല്ലോ. എന്താണ്? ഭാഷകൾക്കുണ്ട്, ജലദിനുണ്ട്, വനദിനുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു ദിനവുമായിട്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിന് ലിങ്ക് ഉണ്ടോ? ഉണ്ടോ? ഡേറ്റ് ഓഫ് ബർത്ത് അറിയില്ലേ? ആ ഏതാ ദിവസം കണ്ടുപിടിക്കട്ടോ. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുക, എന്നിട്ട് അടിച്ചു നോക്കുക, ഗൂഗിളിൽ അടിച്ചു നോക്കുക ആ ദിവസം എന്ത് ദിനമായിട്ടാണ് ആചരിക്കുന്നത് എന്നുള്ളത്. എല്ലാ ദിവസത്തിനും ഒരു 90% ദിവസത്തിനൊക്കെ എന്തുണ്ട്, എന്തെങ്കിലും ഒരു ഇതായിട്ട് ആചരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളത് എന്താണെന്നില്ല എന്ത് ചെയ്യുക, ജസ്റ്റ് കണ്ടുപിടിക്കുക, നോട്ട് ചെയ്ത് വെക്കുക. അതൊന്ന് ജസ്റ്റ് നോക്കിയാൽ തന്നെ പിന്നെ നമ്മൾ മറക്കോ? ഇല്ല. നമ്മളെ ജനിച്ച ദിവസം ആവുമ്പോൾ എന്ത് ചെയ്യില്ല, മറക്കൂല. ഇപ്പൊ December 5 ആണെങ്കിൽ December 5 എന്താ? December 5 എന്ത് ദിവസമായിട്ട് ആചരിക്കണേ? December 5 ഭിന്നശേഷി. ഡിസംബർ ഏതാ? 3. 3 ഭിന്നശേഷിയാണ്. December 5 എന്താ? പരിസ്ഥിതി അല്ല. June 5 എന്ത്? പരിസ്ഥിതി ദിനം. അങ്ങനെ എന്താണ്? മണ്ണ് ദിനം. December 5 എന്താണ്? മണ്ണ് ദിനം. അപ്പൊ അങ്ങനെ ഓരോ ദിവസങ്ങൾ എന്ത് ചെയ്യാ, കണക്ട്. അത് അങ്ങനെ ദിവസം തകർത്ത ദിവസം അല്ലേ? ഓക്കെ. നമുക്ക് വേണ്ട എന്താണ്? December 5 ഏതാണ്? മണ്ണ് ദിനം. June 5 പരിസ്ഥിതി ദിനം. ഓക്കെ. ഒരു ക്വസ്റ്റ്യൻ തരാം കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു പോയതാണ്, എന്നാലും ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ജസ്റ്റ് നോക്കിയാൽ മതി, എന്നിട്ട് ആൻസർ പറഞ്ഞാൽ മതി. എഴുതണമെന്നില്ല. ഒരു സംഖ്യയുടെ 8% 32 ആയാൽ സംഖ്യ ഏതാണ്? കറക്റ്റാ. 8% 32 ആയാൽ സംഖ്യ ഏതാണ്? 32. സംഖ്യ ഏത്? ആണ്. എങ്ങനെ കിട്ടി? 100%? 400%? ഓക്കെ. പറഞ്ഞ കറക്റ്റാണ്. അപ്പോ 8% 32. അങ്ങനെയാണെങ്കിൽ സംഖ്യ ഏതാ? കിട്ടിയോ? ആൻസർ കിട്ടിയാലും പറഞ്ഞോളി. 400 അവിടെ കിട്ടിയിരിക്കണ, ഇവിടെയും കിട്ടിയിരിക്കണം. വേറെ ആർക്കൊക്കെ ആൻസർ കിട്ടിയാലോ ഒന്ന് കൈ നോക്കിക്കാണേ. ആർക്കൊക്കെ കിട്ടി? ഓക്കെ. എങ്ങനെ കിട്ടിയത്? എങ്ങനെ കിട്ടിയത് ആൻസർ? 32 ഹരിക്കണം 8. അതായത് ഇതിനെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞോന്ന് അറിയില്ല, പറഞ്ഞിട്ടുണ്ടാവും. പേനായിട്ട് കൺസിഡർ ചെയ്യാൻ പറഞ്ഞു. ഇനി ശതമാനത്തിനെ മാറ്റിയിട്ട് എന്താക്കുക? പെർസെന്റേജ് അല്ലെ? ഈ പെർസെന്റേജ് മാറ്റിയിട്ട് എന്താക്കുക? 4 പെൻ എന്നാക്കുക. 4 പെന്നിന് എത്രയാണ്? 32. ഒരു പേനന്റെ വില എത്രക്കാരപ്പോ? എത്ര? ഒരു പേനക്ക് എത്ര? 4 അല്ലെ? 4 8 അല്ലേ? 32. അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ 100 പേനക്ക് എത്രക്കാരം? 400. ഇതാണ് ഇതിന്റെ ആൻസർ കേട്ടോ. അതായത് ശതമാനം എന്നുള്ള മാറ്റിയിട്ട് നമ്മൾ എന്ത് കൺസിഡർ ചെയ്യാം? പേന എന്നാക്കിയിട്ട് മാറ്റാം. ഈ പെർസെന്റേജിനെ പിടിച്ചിട്ട് എന്താക്കി മാറ്റാം? പേന എന്നുള്ള കൺസെപ്റ്റ് മാറ്റാം. മനസ്സിലായോ? ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും അങ്ങനെ കൺവേർട്ട് ചെയ്താൽ മതി. ശതമാനം എന്ന് കണ്ടു കഴിഞ്ഞാൽ നേരെ എന്താക്കി മാറ്റാം? പേനാക്കി മാറ്റാം. അപ്പൊ 8% 32 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ എങ്ങോട്ട് മാറ്റാം? 8 പേനക്ക് 32 റുപ്യ. അപ്പൊ ഒരു പേനക്ക് എത്രക്കാരം? അല്ല, ഇതല്ല 4 അല്ല, സോറി, ഇവിടെ 8 ആണ്. ഓക്കെ അല്ലേ? ഓക്കെ. ഒരു പേനക്ക് എത്രയാണ്? 8 പേനക്ക് 32. ഒരു പേനക്ക് എത്രയാണ്? 4. അപ്പൊ 100 പേനക്ക് എത്രക്കാരം? 400. ഓക്കെ അല്ലേ? ഇനി ഏതെന്നാലും ചെയ്യൂലേ? ബുക്ക് വേണ്ട കേട്ടോ. നമുക്ക് ബുക്കിൽ എഴുതുന്ന ക്വസ്റ്റ്യൻസ് പിന്നീട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് എന്താ? മെന്റലി റെഡി ആവാം. ഓക്കെ.
ഇതൊക്കെ അല്ലേ, എല്ലാവർക്കും അറിയില്ലേ? ആൻസർ എത്രയാണ്? 400. ആ, മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്ത് കാണാൻ ഉത്തരം പറയുമല്ലോ എല്ലാരും. സംഖ്യ എന്ന് പറയുമ്പോ എത്രയാണ്? 100%. അപ്പൊ എത്ര പേനന്റെ വില കണ്ടാൽ മതി? 100 പേനന്റെ വില കണ്ടാൽ മതി. ഈ ശതമാനം എന്ന് പറയുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നമ്മൾ ബ്ലാങ്ക് ആയി പോവാണ്. അവിടെയാണ് പ്രശ്നം. അപ്പൊ ശതമാനത്തിന് നേരെ എങ്ങോട്ട് കൺവേർട്ട് ചെയ്താൽ മതി? പേന എന്നുള്ള കൺസെപ്റ്റിക്ക് കൺവേർട്ട് ചെയ്യാം. 8% എന്ന് മീൻസ് എന്താണ് ഉദ്ദേശിക്കുന്നത്? 8 പേന അല്ലെങ്കിൽ 8 വസ്തുക്കളുടെ വില എന്നുള്ളതാണ്. കാരണം അത് ശതമാനം പെർസെന്റേജ് പറയുമ്പോൾ എന്താ? പെർ സെഞ്ചുറി 100ൽ എത്ര എന്നുള്ളതാണ്. അപ്പൊ 8 എണ്ണത്തിന് 32 ഒന്നിന് എത്രയേക്കാരം? 4. അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ 100 എണ്ണത്തിന് എത്രയേക്കാരം? 400. തീർന്നു. ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ ഇവിടുന്ന് മാറ്റി കൊടുക്കാണ്. ഇതൊക്കെ അല്ലേ, ഇതെല്ലാവർക്കും മനസ്സിലായിട്ടില്ല? എഴുതണ്ട, നമുക്ക് പിന്നീട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, ആദ്യം മനസ്സിലാക്കും എന്താ ചെയ്യണമെന്നില്ലേ. ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ ഇവിടുന്ന് മാറ്റിയിട്ട് ഇതിനെന്താ പറ്റിക്കണേ? ആരതിമ പശട്ടിക്കണേ? നമ്മൾ മാറ്റാണ് നേരെ 4% 20. സംഖ്യ ഏതാക്കാരം? 4% 20. സംഖ്യ ഏതാക്കാരം? 500. ഉറപ്പിച്ചോ? എങ്ങനെ കിട്ടി? നേരെ ക്വസ്റ്റ്യൻ എങ്ങനെ മാറ്റി? 4% 20 എന്ന് പറയുമ്പോ നേരെ എങ്ങനെ മാറ്റി? 4 പേനക്ക് 20. ഒരു പേനക്ക് എത്രയേക്കാരം? 5. 100 പേനക്ക് എത്രയേക്കാരം? 500. കഴിഞ്ഞു. മെന്റലി കാൽക്കുലേറ്റ് ചെയ്യാൻ മാത്രമുള്ളല്ലോ. ഓക്കെ, ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഇവിടെ 4% എന്ന് മാറ്റിയിട്ട് നമ്മൾ എന്താക്കി മാറ്റണേ? ഒരു 9%. 9% എന്ന് പറയുന്നത് എത്രയാണ്? 81. 9% 81. അങ്ങനെയാണെങ്കിൽ 1% എത്രയേക്കാരം? 900. സംഖ്യ ഏതാണ്? 900. 1% ഏതാക്കാരം? 9. 1% 9. അപ്പൊ സംഖ്യ ഏതാക്കാരം? 900. എങ്ങനെ കൺവേർട്ട് ചെയ്യാം? 9 പേനക്ക് 81. ഒരു പേനക്കോ? 9 റുപ്യ. അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ 100 പേനക്ക് 900. റെഡി അല്ലേ? ഏത് വന്നാലും ചെയ്യൂലേ? എന്നാ ഇനി അടുത്ത ക്വസ്റ്റ്യന് ഒരു സംഖ്യയുടെ 9% എന്നുള്ളത് മാറ്റിയിട്ട് നമ്മൾ എന്താക്കി? 7% 49 എന്നാക്കി. അങ്ങനെയാണെങ്കിൽ സംഖ്യ ഏതാക്കാരം? ഏതാണ്? 700. നേരെ എന്ത് ചെയ്താൽ മതി? 7% എന്തായിട്ടുണ്ട്? 49. നേരെ നമ്മൾ എങ്ങോട്ട് കൺവേർട്ട് ചെയ്തു? 7 പേനക്ക് ഇത് മാറ്റിയിട്ട് എന്താവും? 7 പേനക്ക് എത്ര ആയിട്ട് മാറും? 49. അതിന് ഞാൻ ശരിയാക്കി തരാം. ഒരു പേനക്ക് എത്രയാണ്? 7. 100 പേനക്ക് എത്രയേക്കാരോ? ഇവിടെ എത്രയായി വരും? 700. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? ഇനി ആർക്കെങ്കിലും ഇതിൽ ഡൗട്ട് ഉണ്ടോ? ഇത് ബേസ് ആട്ടോ. ഇല്ലല്ലോ? എങ്ങനെ ഏത് സംഖ്യന്റെ തന്നാലും കണ്ടുപിടിക്കൂലേ? ഓക്കെ അല്ലേ? ചെയ്യുമല്ലോ അല്ലേ? എന്നാ ഇനി ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതിക്കോളി. തന്നെ ഒരു സംഖ്യയുടെ 6% 30 ആയാൽ സംഖ്യ ഏത്? അതിൽ തന്നെ ക്വസ്റ്റ്യൻ ഉണ്ട്. സംഖ്യയുടെ 1% എത്ര? 2 ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. ആയാൽ സംഖ്യ ഏത്? ബി സംഖ്യയുടെ 1%. 1% 5. സംഖ്യ 500. ഉറപ്പിച്ചു? ഓക്കെ, എല്ലാവർക്കും കിട്ടിയല്ലോ അല്ലേ? എഴുതി വെച്ചോ. നിങ്ങൾക്ക് മനസ്സിലായത് എന്താന്നില്ല അവിടെ എഴുതിയൊക്കെ എങ്ങനെ ചെയ്തെന്നില്ലേ. ഇതിന് നമ്മൾ എങ്ങനെ മാറ്റിയത്? 6% 30 എന്നുള്ളത് എങ്ങനെയാക്കി മാറ്റി? 6% 30. ഇതിനെ എങ്ങോട്ട് കൺവേർട്ട് ചെയ്ത് നമ്മള്? 6 പേനക്ക് എത്രയാണ്? 30. 1% അറിയുമ്പോ 30/6 ആണ് എന്ത് ചെയ്യണത്? 5. ഈ സ്റ്റെപ്പ് ജസ്റ്റ് ഒന്ന് എഴുതിയ കേട്ടോ, ഒറ്റ പ്രാവശ്യം. 30 ഹരിക്കണം 6 എത്ര വരും? 5. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മളോട് കാണാൻ പറഞ്ഞ എന്താണ്? സംഖ്യ. സംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എത്ര ശതമാനം? 100% സമം 100 × 5 സമം എത്രയാണ്? 500. ഓക്കെ, ഇതെത്രയാണ്? 1%. ഇവിടെ കിട്ടിക്കണേ. രണ്ടും കിട്ടിയില്ലേ? 1% കിട്ടി, 500 കിട്ടി. എല്ലാരും എഴുതിയോ? ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഇതിൽ സംശയം ഉണ്ടോ? നെഹി, നിങ്ങൾ അടുത്തുള്ളവർക്കൊന്ന് പറഞ്ഞു കൊടുത്താൽ നിങ്ങൾക്ക് എന്താ മനസ്സിലായതെന്നില്ലേ? ഒന്ന് ഡിസ്കസ് ചെയ്താണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. എന്താണ് മനസ്സിലായതെന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് കൊടുക്കാം.
ഇപ്പൊ 100 സംഖ്യ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്ര കണ്ടാൽ മതി? 100% കണ്ടാൽ മതി. അപ്പൊ അതിന്റെ 10% കാണാൻ പറഞ്ഞാൽ നമ്മളോട് എന്താ ചെയ്യാ? 100 10 ചെയ്യണ്ട, നേരെ എന്ത് ചെയ്താൽ മതി? ഒരു പേനന്റെ വില കിട്ടൂലേ, അതിമന്ന് എന്ത് ചെയ്താൽ മതി? 10 പേനന്റെ വില കണ്ടാൽ മതി. ഇനിയിപ്പോ 30% കാണാൻ പറഞ്ഞു വെച്ചാലോ, 30 പേനന്റെ വില വേണം. ഒരു പേനന്റെ വില നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടാവും, 1%. അതിന് എന്ത് ചെയ്താൽ മതി? 30% കാണാം. അതേപോലെ 120% കാണാൻ പറഞ്ഞാലോ, 120% കാണാൻ പറഞ്ഞാ ആ 20 കൂട്ടാൻ നിൽക്കണ്ട, നേരെ 120 കണ്ടാ മതി. 1% നമ്മളതിൽ കിട്ടുന്നുണ്ടല്ലോ, അതിമന്ന് നേരെ എന്ത് ചെയ്താൽ മതി? 120% കണ്ടാ മതി. തന്നെ ഒരു ക്വസ്റ്റ്യനും കൂടി എഴുതാ. ഒരു സംഖ്യയുടെ 5% 70 ആയാൽ ആ സംഖ്യയുടെ 42% എത്ര? 5% 70 ആയാൽ ആ സംഖ്യയുടെ 42% എത്ര? ഇതാണ് ഇപ്പൊ എല്ലാരും പറയണല്ലേ. നോക്കാം നമുക്ക് എങ്ങനെ ചെയ്യാന്നില്ലേ. ശ്രദ്ധിച്ചോളൂ കേട്ടോ. 5% 70 എന്നല്ലേ, അതിനെടുത്തിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? 5 പേനക്ക് എത്ര? 70. ഓക്കെ, ഒരു പേനക്കോ 70 ഹരിക്കണം 5 എത്ര വരാ? 10 അല്ലേ? 15 50, 20 4 5. ഇനി എത്ര ശതമാനം നമുക്ക് കാണണ്ട? 100 കാണണം അവിടെ, വേണ്ട. എത്ര കണ്ടാ മതി? 42 പേനക്ക് എത്രയെന്ന് നോക്കിയാൽ 42% ആണ്. 1% എത്ര ഉണ്ട്? 14 ഇൻറ്റു എന്ത് ചെയ്യാ? ഈ 42. 14 ഇൻറ്റു 42 എത്ര വരാ? 2 4 8. പിന്നെ 8 8 16. അത് പറ്റുമോ? അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ 42 ഇൻറ്റു 14, 2 4 8, 4 4 16. 16ക്ക് എത്ര? ഒരു 2 2, ഒരു 4 4. എത്ര വരാ? 8 8 5, 558. ആൻസർ. ആർക്കൊക്കെ കിട്ടിയത്? ഇവിടുത്തെ എത്തിയത് ആരൊക്കെ? 1% കിട്ടിയോല് അത് കിട്ടിക്കണേ. 1% കിട്ടിയാണ്. ഇത് ചെയ്തില്ല 14. ബാക്കി ഇല്ലേ? ഈ പെർസെന്റേജ് ഇതെല്ലാവർക്കും കഴിഞ്ഞില്ലേ? ഇനി ആർക്കെങ്കിലും ഇതിൽ ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ? ഇല്ല. ഒരു ക്വസ്റ്റ്യനും കൂടി ഇതിന് തന്നിട്ട് നമ്മൾ ടോപ്പിക്ക് കിടക്കുക കേട്ടോ. ഇതിപ്പോ നമ്മൾ ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രം പറഞ്ഞതാണ്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നേരെ ടോപ്പിക്ക് പോവാം. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യനും കൂടി എഴുതിക്കോളി. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു സംഖ്യയുടെ 60% 180 ആയാൽ 60% 180 ആയാൽ ആ സംഖ്യയുടെ 120% എത്ര? ഇതിന്റെ ഇൻറ്റു 2 അല്ലേ ഇത്? അല്ലേ? 60 ഗുണിക്കണ 2 അല്ലേ 120? ശതമാനം നേരെ ഇരട്ടിയല്ലേ? അപ്പൊ എന്ത് ചെയ്താൽ മതി? ഇതിന്റെ ഇരട്ടി എടുത്താ പോരെ? 180 ഇൻറ്റു 2 എത്ര? 360. ഒറ്റയടിക്ക് ആൻസർ കിട്ടി. അപ്പൊ ആദ്യം നോക്കാം കേട്ടോ. സിമ്പിൾ ആയിട്ട് എന്തെങ്കിലും വഴി ഉണ്ടാവും. എന്താണ്? 60ന്റെ ഇരട്ടിയാണ് നേരെ എത്ര വരുന്നത്? 120. അപ്പൊ 150ന്റെ എന്ത് ചെയ്യാ? ഇരട്ടി എടുക്കുക. 150ന്റെ ഇരട്ടി എത്ര? 360. ആൻസറായി. ഓക്കെ. ഇൻറ്റു 2. ഇനി നമ്മൾ ചെയ്ത പോലെ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ചെയ്യാം? 60 പേനക്ക് എത്ര എഴുതണം? ഇത്രയും സ്റ്റെപ്പ് നമുക്ക് സ്കിപ്പ് ആയി കിട്ടും. 150. അപ്പൊ ഒരു പേനക്ക് എത്ര കാരം? 180/60. ഇതൊക്കെ കട്ടാവും. ബാക്കി എത്ര വരാ? 3 അല്ലേ? ഇനി 120 പേനക്ക് എത്ര? 3 ഇൻറ്റു 120 സമയം എത്ര വരാ? 360. ഇങ്ങനെ ചെയ്യാം. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. എന്താണ്? 60% സമയം എത്ര? 180. ഈ 60 ഇൻറ്റു 2 ആണ് എത്ര വരിക? 120. അപ്പൊ ഈ 180 ഇൻറ്റു എന്ത് ചെയ്താൽ മതി? 2. അപ്പൊ എത്ര വരിക? 360. ഈ ഒരൊറ്റ സ്റ്റെപ്പ് എന്ത് ചെയ്യും?
ഇതിന്റെ ആൻസർ നമുക്ക് കിട്ടും. ഇങ്ങനെ കൂട്ടിയാൽ മതി. 60 × 2 നേരെ ഇരട്ടി എടുത്താൽ മതി. രണ്ടും പറഞ്ഞിക്കണേ. ഇതെങ്ങനെ 60ന്റെ നേരെ എന്ത് ചെയ്യാ, ഇരട്ടി എടുക്കുക 120. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാ, 180ന്റെ ഇരട്ടി എടുക്കുക 360. അപ്പൊ മാക്സിമം എന്ത് ചെയ്യാ, PSC എക്സാമിന് SSC ആണെങ്കിൽ എന്ത് ചെയ്യാ, നമുക്ക് എഴുതി വെക്കാനൊക്കെ അവിടെ തന്നെ ആദ്യം എഴുതി വെക്കുക. അതായത് കോഡിങ്ങും അങ്ങനെ കുറെ ആൽഫബറ്റിക് ന്യൂമറിക് അതിന്റെ ഡിജിറ്റുകളൊക്കെ എഴുതേണ്ടി വരും. ABCD ഒക്കെ ഇട്ടുകൊണ്ട് നമ്പർ കൊടുക്കൂലേ, അതൊക്കെ എന്ത് ചെയ്യാ, എക്സാം തുടങ്ങുന്നതിന്റെ മുമ്പേ കൂൾ ഓഫ് ടൈം ഉണ്ടാവും. ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ട് പൊട്ടിക്കരുത് പറഞ്ഞിട്ട് ആ ടൈമിൽ എന്ത് ചെയ്യാ, അതൊക്കെ അതിന്റെ പുറത്ത് എഴുതി വെക്കുക. മാക്സിമം ചുയിന്ന് നോക്കിയിട്ട് ഏതെങ്കിലും ഒരു ചോദ്യമെങ്കിലും ചെയ്യാൻ കഴിയുകയാണെങ്കിൽ എന്ത് ചെയ്യാ, 1, 2, 3, കാരണം 5 മിനിറ്റ് സമയം കിട്ടും. 2 മണിക്ക് എക്സാം തുടങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ 1:55 എന്ത് ചെയ്യും, നമ്മളതിൽ ക്വസ്റ്റ്യൻ പേപ്പർ വരും. പൊട്ടിക്കരുത് എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കണ്ട, എന്ത് ചെയ്താൽ മതി, എല്ലാം ഇങ്ങനെ പൊക്കി നോക്കി അതിന്റെ ഉള്ളിൽ എന്ത് ചെയ്യും നമുക്ക് കാണും. ഒളിഞ്ഞു നോക്കാൻ പിന്നെ നമ്മള് എക്സ്പേർട്ട് ആക്കാറില്ല. അപ്പൊ എല്ലാം പൊക്കി നോക്കുക, എന്ത് ചെയ്യാ, കിട്ടുന്ന ആൻസർ മാക്സിമം എന്ത് ചെയ്യാ എഴുതുക. അത്രയും സമയം നമുക്ക് എന്ത് ചെയ്യും ലാഭിക്കാം. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കട്ടോ, സമയത്തിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ്, അല്ല നമ്മൾ എത്ര പഠിച്ചു എന്നല്ല. എന്നാ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളിയും. ടൈപ്പ് 1 കേട്ടോ. ഇനി ഇതിപ്പോ എല്ലാവർക്കും അറിയുമല്ലോ, ഒരു സംഖ്യന്റെ 1% കാണാനും സംഖ്യ കാണാനും ഒക്കെ ഡൗട്ട് ഒന്നുമില്ലല്ലോ, ഇല്ല. എന്നാ ഇനി ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. ഒരു സംഖ്യയുടെ 70% കൂടി 90 കൂട്ടിയപ്പോൾ ആ സംഖ്യ തന്നെ കിട്ടി എങ്കിൽ ആ സംഖ്യ ഏതാണ്? 70% ഉണ്ട്, അതിനോട് കൂടി എത്ര കൂട്ടി? 90 കൂട്ടിയപ്പോൾ ആ സംഖ്യ തന്നെ കിട്ടി എങ്കിൽ സംഖ്യ ഏതാണ്? 70%-നോട് കൂടി എത്ര കൂട്ടി? 90 കൂട്ടി. സംഖ്യ ഏതാണ്? കുറെ പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഇത്, പ്രീവിയസ് ക്വസ്റ്റ്യനാ, കുറെ പ്രാവശ്യം PSC ചോദിച്ച ക്വസ്റ്റ്യൻ. കറക്റ്റ് ആണ്. അപ്പൊ എന്നാ ഇവിടെ ശ്രദ്ധിക്കട്ടോ, ഞാൻ പറഞ്ഞുതരാം. ഈ 70%-നോട് കൂടി എത്ര കൂട്ടിയപ്പോളാ? 90 കൂട്ടിയപ്പോ എന്നല്ലേ പറഞ്ഞത്? ടോട്ടൽ എന്ന് പറഞ്ഞാൽ എത്ര ശതമാനം ഉണ്ടാവുക? 100% അല്ലേ ഉണ്ടാവുക ടോട്ടല്? ടോട്ടൽ 100%. ഇനി അതിൽ എത്ര ഉണ്ട്? 70% ഉണ്ട്. അപ്പൊ 100% മൈനസ് എത്ര? ഇവിടെ ഉള്ള എത്രയാണ്? 70. അപ്പൊ എത്ര ഉണ്ടാവുക? 30%. ആ 30% ഇവിടെ എന്ത് കൂട്ടിയിട്ടുള്ളത്? 90 കൂട്ടിയിട്ടുള്ളത്. അപ്പൊ ഈ 30% എന്ന് പറയുന്നത് എന്താണ്? സമം 90. ടോട്ടൽ എപ്പോഴും എത്ര ഉണ്ടാവുക? ടോട്ടൽ ഒരു സംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എത്രക്കാരം? 100% ആക്കാരം. ഈ 100%-ൽ നിന്ന് എന്ത് കുറച്ചാൽ മതി? 70% മൈനസ് ചെയ്യാം. ബാക്കി അപ്പൊ എത്ര കിട്ടി നമുക്ക്? 30%. ഈ 30% എന്ന് പറയുന്നത് എത്രയാണ്? 90. 30% എന്ന് പറയുന്നത് 90. അപ്പൊ 1% എത്രക്കാരം? വീണ്ടും നമ്മൾ ചെയ്തിക്കെത്തി. 30% 90, അതായത് 30 പേനക്ക് 1% 3. അപ്പൊ ഒരു പേനക്ക് എത്രയാണ്? 3. ഇനി എത്ര? 100 പേനക്ക് എത്രക്കാരം? 300. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ തന്നെ എന്ത് ചെയ്താൽ മതി? ഇവിടെ ഈ തന്നതിനെ എന്തെന്ന് മൈനസ് ചെയ്താൽ മതി? 100ന്ന് മൈനസ് ചെയ്യുക. ആ കിട്ടിയ ശതമാനം ഇവിടെ എത്ര സംഖ്യ തന്നിക്കണം നോക്കുക, അതിനോട് എന്ത് ചെയ്യുക, ആദ്യം കൊടുക്കുക, നേരെ എന്ത് ചെയ്യും ആൻസർ ആയി. ഓക്കെ അല്ലേ? അപ്പൊ ഇതിനെ കണ്ടില്ലേ? അപ്പൊ 70%-നോട് കൂടി എത്ര കൂട്ടിയാലാ? 90 കൂട്ടിയപ്പോൾ എത്ര ആയിന്ന് അറിയണേ? സംഖ്യ കിട്ടി. അപ്പൊ സംഖ്യ ഏതെന്നാണ് ചോദ്യം. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഈ 100% മൈനസ് 70 ഇവിടെ തന്നെ എഴുതി തരാം. 100% മൈനസ് എന്ത് ചെയ്യാ? 70. അത് എത്രയാണോ കിട്ടിയത് 30%, എത്ര കൊടുക്കുക? 90 കൊടുക്കുക. നേരെ എന്ത് ചെയ്യാ? ബാക്കി പിന്നെ നമ്മൾ നേരത്തെ ചെയ്തത്. അതിനാണ് ഞാൻ നേരത്തെ ഫസ്റ്റ് പഠിപ്പിച്ചു തന്നെ. 30% 90 കിട്ടി കഴിഞ്ഞാൽ ബാക്കി പിന്നെ നമുക്ക് ചെയ്തൂടെ? 1% എത്രയാണ്? 90/30. ഇങ്ങനെ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ ഇവിടെ. അങ്ങനെയാണ് എന്തിട്ടാ ഇതും വെട്ടിപ്പോവും. ഒരു പേനക്ക് എത്ര വരും? 3 കിട്ടും. 100 പേനക്ക് എത്ര? 300. നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടാണ് അതൊക്കെ എന്ത് ചെയ്യുന്നത് സ്കിപ്പ് ചെയ്ത് പോണത്. ചമ്പാരൻ സത്യാഗ്രഹം വർഷം ഏതാ? 1917. ഉറപ്പാ? 1917 അല്ലേ? 1917. 18 അഹമ്മദാബാദ് തുണിമിൽ സമരം. അതിനുണ്ടോ അല്ലെ? അഹമ്മദാബാദ് തുണിമിൽ സമരം എന്നാണ് 1918. ഗാന്ധിജി പങ്കെടുത്ത ആദ്യത്തെ സത്യാഗ്രഹം ഏതാ? ഗാന്ധിജി പങ്കെടുത്ത ആദ്യത്തെ സത്യാഗ്രഹം ഏതാ? ചമ്പാരൻ
സത്യാഗ്രഹം. ഗാന്ധിജി പങ്കെടുത്ത ആദ്യത്തെ സത്യാഗ്രഹമാണ് ഇത്. ഇന്ത്യയിൽ ആദ്യമായി പങ്കെടുത്തത് ചമ്പാരൻ സത്യാഗ്രഹം. നടന്ന വർഷം എവിടെ? ഏതാ? 1917. ഈ ചമ്പാരൻ എവിടെ? ഏത് സംസ്ഥാനത്താ? ബംഗാളോ? അഹമ്മദാബാദോ? ഗുജറാത്ത് അല്ല. ചമ്പാരൻ ഏത് സംസ്ഥാനത്താ? ഏതാണ്? ബീഹാറിലാണ്. ചമ്പാരൻ എവിടെയാണ്? ബീഹാർ. ചമ്പാരൻ എവിടെയാണ്? ബീഹാറിലാണ്. ഈ ചമ്പാരൻ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തൊരു പ്രാദേശിക നേതാവൊക്കെ ഉണ്ട്. അറിയോ ആരാ? ആ നാട്ടിലത്തെ ഒരു നാട്ടുകാരുണ്ട്. ഗാന്ധിജി ഉണ്ടായിരുന്നു, അതിന്റെ കൂടെ വേറൊരാളും കൂടി ഉണ്ട്. ആരാ നേതൃത്വം നൽകിയത് ചമ്പാരൻ സത്യാഗ്രഹത്തിന്? അതന്നെ. എന്താണ്? എന്തൊരു ശുക്ലന്. ശുക്ലാണ്. കറക്റ്റാണ് ആൻസർ. വായിച്ചിട്ടുണ്ട്. ഒരു ശുക്ല മാത്രമാണെങ്കിൽ രക്ഷപ്പെട്ടു. രാജ്കുമാർ എന്ത് ശുക്ല? രാജ്കുമാർ ശുക്ല. അപ്പൊ അതാണ് എന്ത്? അത് നമുക്ക് എഴുതാം. ചമ്പാരൻ സത്യാഗ്രഹം. അപ്പൊ ഇത് പഠിച്ചേക്ക, വർഷം പഠിച്ചേക്ക. ഇപ്പൊ ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? 1917. മറക്കോ? ഇല്ല. ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം 1917. അഹമ്മദാബാദ് തുണിമിൽ സമരം നടന്ന വർഷം 1918. രണ്ടും മറക്കൂലല്ലോ? ഇല്ല. എന്നാ നമുക്ക് വീണ്ടും അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. മാത്സ് ഒക്കെ തന്നെ വരാം. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളിയും. സെയിം ഇതേ തന്നെ. ഒരു സംഖ്യയുടെ 75% കൂടി 75 കൂട്ടിയപ്പോൾ സംഖ്യ കിട്ടി. സംഖ്യ ഏത്? ഒരു സംഖ്യയുടെ 75% കൂടി 75 കൂട്ടിയപ്പോൾ സംഖ്യ കിട്ടി. സംഖ്യ ഏത്? കിട്ടിയില്ലേ? എന്താ ചെയ്യാ? ഇവിടെ 75% ഉണ്ട്, ഇവിടെ 75 ഉണ്ട്. അപ്പൊ ഈ 75% കഴിഞ്ഞാൽ പിന്നെ 100 ആവണമെങ്കിൽ എത്ര വേണം? 100% മൈനസ് 75% എത്ര വരാ? 25% സമം എത്രാന്നുണ്ട്? 75 അല്ലെ? അപ്പൊ എന്തായി? 75. ഇനി ഇതിന് എന്ത് ചെയ്യാ? 25 പേനക്ക്. അപ്പൊ ഒരു പേനക്ക് എത്ര കാരം? 75/25 സമയം എത്ര കിട്ടി? 3. ഒരു 25 3 25. ഇനി എന്ത് ചെയ്യാ? 100 പേനക്ക് എത്ര കാരം? അങ്ങനത്തെ ഒരു പേനക്ക് 3 ആണ്. 100 പേനക്ക് എത്ര കാരം? 3 × 100 എത്ര വരാ? 300. ഓക്കെ, കിട്ടിയില്ലേ? ഇത് സിമ്പിൾ ആട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മാത്രം മതി. ഇടക്കിടക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എന്ത് എങ്ങനെ കണ്ടാ നേരെ എന്ത് ചെയ്താൽ മതി? ഇവിടുന്ന് 100 ആവാൻ എത്ര ഉണ്ട് നോക്കിയാൽ മതി. ഇങ്ങനെ കുറക്കൊന്നും വേണ്ട. ഇതിപ്പോ എന്താ എഴുതി കാണിച്ചു തരണമെന്നുള്ളതുകൊണ്ട് മാത്രം എഴുതി തന്നെ. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? 75 കഴിഞ്ഞാൽ പിന്നെ 100 ആവണമെങ്കിൽ എത്ര കൂട്ടണം? ആയിക്കൂടെ? 25. നേരെ എന്ത് ചെയ്യാ? ആ 25നെ എന്തായിട്ടാണ് അരിച്ചാൽ മതി? 75 ആയിരിക്കണം 25. അപ്പൊ എത്ര കിട്ടും? 3 കിട്ടും. ആ 3ന് 2 0 ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇൻറ്റു ചെയ്യണമെന്നുണ്ടോ? ഇതിന്റെ ഒന്നും ആവശ്യമില്ല. നേരെ എന്ത് ചെയ്താൽ മതി? 3 ഇടുക, 2 0 ഇട്ട് കൊടുക്കുക. 1% എത്രയാണോ കിട്ടിയത് അതിന്റെ ഒപ്പം എന്തിട്ട് കൊടുത്താൽ മതി? 2 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തായി? 100% സംഖ്യ ആയി. ഓക്കെ, 100 ഗുണിക്കാനതല്ലേ? ലാസ്റ്റ് 2 0 ഇട്ട് കൊടുത്താൽ മാത്രം മതി. അപ്പൊ എന്ത് ചെയ്യും? ഇത്രയും സ്റ്റെപ്പ് നമുക്ക് എന്ത് ചെയ്യാം? സ്കിപ്പ് ചെയ്യാം. അതേപോലെ ഇവിടെ അരിക്കാൻ നിൽക്കണില്ലാറ് എന്ത് ചെയ്യാ? 25 ഒന്ന് ഇങ്ങനെ ഗുണിച്ചു നോക്കുക. 25 2 25 ആവുമ്പോ 50, 3 25 ആവുമ്പോ 75. അധികം അതിന്റെ ഗുണിതങ്ങളാക്കാരം. അപ്പൊ എന്ത് ചെയ്യാ? ആ ഗുണിതങ്ങളൊന്നും ഇങ്ങനെ ചെല്ലി വെക്കുക. മറ്റേ നമ്മൾ അരിക്കാൻ നിന്ന് എന്താണോ ഇങ്ങനെ കെട്ടിട്ട് പിന്നെ ഇങ്ങനെ നിൽക്കേണ്ടി വരും. 75 അരിക്കണം 25. ഇനിയിപ്പോ ഇതിൽ പോണതൊക്കെ ഇങ്ങനെ ആലോചിക്കേണ്ടി വരും. അപ്പൊ അതിനൊന്നും എന്ത് ചെയ്യണ്ട, നിൽക്കണ്ട. നേരെ അങ്ങോട്ട് പോവാ. 25 കഴിഞ്ഞാൽ പിന്നെ 2 25 50, 3 25 75. അവിടെ തന്നെ ആൻസർ കഴിഞ്ഞു. ഇത്രയും സ്റ്റെപ്പ് എന്ത് ചെയ്യാ? ഒറ്റയടിക്ക് നമുക്ക് സ്കിപ്പ് ചെയ്യാം. ആ 3 കിട്ടുന്നതോട് കൂടെ തന്നെ എന്തും കൊടുക്കുക? 2 0 കൊടുക്കുക. മാക്സിമം സ്പീഡ് ആക്കുക. ബാക്കി പെട്ടെന്ന് എന്ത് ചെയ്യാ? ടൈമാണ് വേണ്ടത്. നമുക്കൊരു 45 സെക്കൻഡ് ഒക്കെയാണ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അപ്പൊ എന്ത് ചെയ്യാ? ആ സമയം കൊണ്ട് മാത്സും കഴിയണം, GKയും കഴിയണം, ഒക്കെ നോക്കണ്ടേ? അപ്പൊ എന്ത് ചെയ്യാ? മാക്സിമം സ്പീഡ് ആക്കാൻ നോക്കുക. ഇത് വായിച്ചാൽ തന്നെ നമുക്ക് റീസണിങ്ങിലൊക്കെ ചില ക്വസ്റ്റ്യൻ കിട്ടി എങ്ങനെ തല പുകഞ്ഞിരിക്കേണ്ടി വരും. അപ്പൊ ആ സമയമൊക്കെ എന്ത് ചെയ്യാ? മാക്സിമം ഇവിടെ നോക്കുക. സ്റ്റെപ്പ് കിട്ടിയില്ലെങ്കിൽ പിന്നെ അവിടെ കിടക്കും. പറയുമ്പോ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആക്കാറ്, പക്ഷെ എന്താണ് അത് കിട്ടൂല. ഇതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. ഒരു സംഖ്യയുടെ 30% കൂടി 40 കൂട്ടിയപ്പോൾ ആ സംഖ്യയുടെ 35% മാറി. സംഖ്യ ഏതാണ്? ഏതോ ഒരു സംഖ്യ 30% കൂടി
40 കൂട്ടി കൊടുത്തു. അപ്പൊ ആ സംഖ്യന്റെ എത്ര ശതമാനമായിട്ട് മാറി? 35% മാറി. അങ്ങനെയാണെങ്കിൽ ഏതാക്കാരം സംഖ്യ? 30% കൂടി എത്ര കൂട്ടിയത്? 40 കൂട്ടി. ബാക്കി പിന്നെ കിട്ടൂലേ? 5% 40 ആണെങ്കിൽ 1% എത്ര കാരം? കഴിഞ്ഞു, ആൻസറായി. ഓക്കെ, ജസ്റ്റ് പറഞ്ഞുതരാം, നോക്കിക്കോളി. ഈ 30% അല്ലെ, അതിനോട് എത്ര കൂട്ടിയത്? 40 കൂട്ടിയപ്പോ എത്ര ശതമാനമായി മാറി? 35%. അപ്പൊ എത്ര ശതമാനം ഇവിടെ കൂടിയത് നോക്കണി? ഇവിടെ എത്ര? 30-ന്ന് 35 ആണെങ്കിൽ എത്ര ശതമാനം കൂടിയത്? 5%. അതിന് എത്ര കൂടി? എത്ര കൂട്ടേണ്ടി വന്നു? 40. അപ്പൊ 5% എത്ര? കഴിഞ്ഞു. 35% മൈനസ് 30% സമാണ് എത്ര? 40. ഓക്കെ, അപ്പൊ 35-ന്ന് 30 പോയാല് 5% എത്ര? 40. ബാക്കി പിന്നെ കിട്ടൂലേ? അപ്പോ 1% എത്രക്കാരം? 40/5 സമം 8. 100 പേനക്ക് എത്രയാണ്? 8ഉം 2 0 800. സിമ്പിളാണ്, ഒന്നുമില്ല. ക്വസ്റ്റ്യൻ കാണുമ്പോ നമുക്ക് കിലുങ്ങുന്നുള്ളൂ. എന്ത് മാത്രം ആലോചിച്ചാൽ മതി? 30നോട് കൂടി 40 കൂട്ടി, അപ്പൊ എത്രയായി? 35 അപ്പൊ ഇവിടെ എത്ര ശതമാനം കൂടിയത്? 5%. എത്ര കൂടിയത്? 40. ഇതൊന്നും എഴുതണമെന്നില്ല, ഇവിടെ ഇത് മാത്രം നോക്കിയാൽ മതി. ഇതിപ്പോ സ്റ്റെപ്പ് ആവുമ്പോ എഴുതണല്ലോ എന്ന് എഴുതിയിട്ട് എഴുതിയതാ, അല്ലെങ്കിൽ അതൊന്ന് 1% 8. അപ്പൊ പിന്നെ 100% എത്രക്കാരം? 800. മെന്റലി ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ വായിച്ചു വെച്ചുമ്പോ അതിന് നമ്മൾ ഉത്തരം ഇങ്ങനെ ബബിൾ ചെയ്യണം. അത്രേ സമയം പാടുള്ളൂ. ക്വസ്റ്റ്യൻ വായിക്കുമ്പോ തന്നെ എങ്ങനെ? 30% കൂടി 40 കൂട്ടിയപ്പോ 35 എന്ന് പറയുമ്പോ തന്നെ എന്ത് വേണം? 5% 40, 1% 8, 100% 800. നേരെ ഓപ്ഷൻ നോക്കുക, ആൻസർ ചെയ്താ. അത്രേ സമയം പാടുള്ളൂ. അതാണ് ഒരു ക്വസ്റ്റ്യന്റെ ടൈം. 48% മാറി. 45% കൂടി 30 കൂട്ടിയപ്പോൾ ആ സംഖ്യയുടെ എത്ര ആയിട്ട് മാറി? 48% മാറി. എങ്കിൽ സംഖ്യ ഏത്? ഒരു സംഖ്യയുടെ 45% കൂടി 30 കൂട്ടിയപ്പോൾ എത്ര ആയിട്ട് മാറി? 48% മാറി. 48%. 45-ൽ എത്ര ശതമാനമായിട്ട് മാറി? 48 ആയിട്ട് മാറി. എത്ര കൂട്ടിയത്? 30. കിട്ടിയില്ല, ആൻസർ കിട്ടിയില്ലേ? എത്ര കിട്ടിയ? 45% കൂടി എത്ര കൂട്ടിയപ്പോഴാ? 30 കൂട്ടിയപ്പോ എത്രയായി മാറി? 48. ഇവിടെ എത്ര കൂടിയത്? ഇവിടെ നോക്കട്ടോ, ഇവിടെ മാത്രം നോക്കിയാൽ മതി. ഈ 45 എത്രയായി മാറി? 48 ആയിട്ട് മാറി. അപ്പൊ 48 മൈനസ് എത്ര? 45 സമം എത്രയാന്ന് കിട്ടിയിട്ടുണ്ട് ഇവിടെ? 30. അപ്പൊ എത്ര വരിക? 3% എത്ര? 30. ഇത് കുറച്ച് കഴിഞ്ഞാൽ അതല്ലേ വരിക? 3% 30. അപ്പൊ 1% എത്രക്കാരം? ഒരു പേനക്ക് 30/3. ഇതും വെട്ടിപ്പോയി, ലാസ്റ്റ് ഒന്നോളല്ലോ, ഒരു 0. അപ്പൊ എത്ര വരിക? 100 പേനക്ക് ഈ 10 × 100 എത്ര വരിക? 1000. എഴുതിയില്ലേ? ഇതാരെ ബുക്കാ? എഴുതി കഴിഞ്ഞതിന്റെ ഇടയിൽ കൂടെ ഓരോ ജീവിക്കും പോയിക്കോട്ടെ. എന്താണ് പൈച്ചേ? 1 മണിക്കൂറും. വോയിസ് ഓഫ് ഇന്ത്യ റിട്ടൺ ബൈ ആരാ? വോയിസ് ഓഫ് ഇന്ത്യ ആരെ ബുക്കാ? 2-3 ഓപ്ഷൻ. നെഹ്റു, BR അംബേദ്കർ, ലാലാ ലജ്പത് റായ്, ദാദാഭായ് നവറോജി. ഓപ്ഷൻസ് ഒക്കെ എഴുതുന്നുണ്ട്. നിങ്ങൾക്ക് അറിയണ 4 പറഞ്ഞു. ദാദാഭായ് നവറോജി ഉണ്ടായിരുന്നു. BR അംബേദ്കർ. ഉത്തരം കിട്ടി? ഉറപ്പല്ലേ? അതിന്റെ ഇടയിൽ ചോർത്തിയില്ലേ?